ആദ്യം നമ്മൾ പോയത് ചേച്ചിയുടെ ചൈനക്കരി ചേച്ചിയുടെ കടയിലോട്ടാണ്. ആദ്യമേ ചേച്ചിക്ക് എന്നാ ജാടയായിരുന്നറിയോ. പിന്നെ ചേച്ചി നമ്മുടെ വഴിയിലൊക്കെ വന്നു മലയാളികളുടെ കളി. അങ്ങനെ നമ്മൾ ചേച്ചിയുടെ കടയിൽ നിന്ന് പാട്ടുപട്ടി മേടിച്ചുകൊണ്ട് ഇറങ്ങിയപ്പോഴത്തേ കിടക്കുന്ന താറാങ്കുഞ്ഞുങ്ങൾ, സ്ട്രീറ്റിൽ താറാങ്കുഞ്ഞുങ്ങളെയൊക്കെ വരെ വിൽക്കാനായിട്ട്. ഇവിടെ ഹോങ്കോങ്ങിൽ ഇതുപോലത്തെ സാധനങ്ങളേ ഇല്ല. കുറേ നേരമൊക്കെ ആ സ്ട്രീറ്റിൽ കൂടെ തെണ്ടിത്തിരിഞ്ഞ് കിടന്ന് ആ കുഞ്ഞിനും ടാറ്റ കൊടുത്ത് അമ്മമ്മയ്ക്കും ടാറ്റ കൊടുത്ത് നമ്മളൊരു ടാക്സി പിടിച്ചു. ഞങ്ങൾ പറഞ്ഞു ഒന്നും ആ ചേട്ടന് മനസ്സിലായില്ല. പക്ഷേ ലാസ്റ്റ് നമ്മൾ ഫോട്ടോയെ കാണിച്ചു കൊടുത്ത് വിൻഡ് ഓഫ് ദി വേൾഡിൽ പോകണമെന്ന് പറഞ്ഞ് ടാക്സിയിൽ കയറി. വുഹാനൊക്കെ ഇപ്പോൾ ഒരുപാട് പോകണമായിരിക്കും അല്ലേ? വുഹാനൊക്കെ ഒരുപാട് നേരം പോകണം. എനിക്കാണത് ബീജിങ്ങിൽ നിന്നും പിന്നെയും പോകണം. അതെനിക്കാണ് ഈ നമ്മുടെ ഈ എന്താ പറയുക, നമ്മുടെ ആ ഭാഗത്തോട്ടുള്ള എന്തോ അടുത്ത ഇന്ത്യയുടെ നിയർ അവിടെ നിന്ന് ഇന്ത്യ പെട്ടെന്ന് എല്ലാന്ന് പോലെ പോകാൻ. അങ്ങനെ കുറേ വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ലാസ്റ്റ് ഞങ്ങൾ എല്ലാവരും കിടന്നുറങ്ങിപ്പോയി. ലാസ്റ്റ് ചേട്ടൻ കണ്ട വണ്ടി നിർത്തിയത് ഇതാണ് വിൻഡ് ഓഫ് ദി വേൾഡ് എന്ന് പറഞ്ഞപ്പോഴാണ് കണ്ണ് തുറന്നതും. എല്ലാ കൺട്രികളുടെയും ഫ്ലാഗ് ഉണ്ട്, പക്ഷെ നടുക്കിരിക്കുന്ന ആരാ? നമ്മൾ ഇന്ത്യയാണ് അവിടെ നടുക്കിരിക്കുന്നത്. വിൻഡ് ഓഫ് ദി വേൾഡ് കാണാൻ വന്നേക്കാണ്. വിൻഡ് ഓഫ് ദി വേൾഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ലോക അത്ഭുതങ്ങൾ എല്ലാം ഇവിടെ പ്രദർശിപ്പിക്കുന്നു. അതാണ് വിൻഡ് ഓഫ് ദി വേൾഡ്. അതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കിഡ് ആണെങ്കിൽ $130. മിഡിൽ സ്കൂൾ സ്റ്റുഡൻ്റ് ആണെങ്കിൽ യൂണിവേഴ്സിറ്റി അല്ലെങ്കിൽ കോളേജ് സ്റ്റുഡൻ്റ് ആണെങ്കിൽ $168. നമ്മൾ ഫുള്ളി അഡൾട്ട് ആണെങ്കിൽ $220 ഇവിടെ ടിക്കറ്റ് പ്രൈസ്. തന്നെ ടിക്കറ്റ് കൈയൊക്കെ ഭയങ്കര ഹെവിയാണ്. ഞങ്ങളുടെ ആരുടെയും കയ്യിൽ സ്ഥലമില്ലാത്ത അവസ്ഥയാണ്. മുഴുവൻ സാധനങ്ങളെല്ലാം കൂടെ പേടിച്ച് വലിച്ച് കൂട്ടി ഫുള്ളി സാധനങ്ങളാണ്. ഒരു പെട്ടി മേടിക്കേണ്ട അവസ്ഥയിലാണ് ഇപ്പോൾ നടക്കുന്നത്. പിന്നെ ടയേർഡുമായി പെട്ടെന്ന്. കാരണം ഇവിടെ നമുക്ക് ഭയങ്കര വെയിലെന്ന് പറയാനല്ല, ഭയങ്കര ആവിയാണ്. കാരണം മഴയാണ്. അപ്പോൾ മഴ പെയ്യും, മഴക്കാർ വെച്ച് ഇങ്ങനെ നിൽക്കുക. കാരണം ഭയങ്കര ആവിയാണ്. എന്നാ ഇഷ്ടമാ? നല്ലതാണ് വേറെ ഏറ്റവും കൂടുതൽ ടയേർഡായത്. വേറെ പെട്ടെന്ന് ടയേർഡായിപ്പോയി. ആൾ ഉറക്കമായിരുന്നു. ഈ എൻട്രൻസിലോട്ട് എത്തണമെങ്കിൽ കുറേ സ്റ്റെപ്പ് ഉണ്ടായിരുന്നു. ആ സ്റ്റെപ്പൊക്കെ കയറി നമ്മൾ പൊക്കത്തെത്തി. ആദ്യമേ നമ്മൾ കയറി ചെല്ലുമ്പോൾ കണ്ട നമ്മുടെ ലയൺ ക്യാപിറ്റൽ ഓഫ് അശോകയാണ്. ആദ്യമേ തന്നെ നമ്മുടെ ഇന്ത്യയുടെ കുറേ ഭാഗങ്ങളാട്ടോ അവിടെ ആദ്യം തന്നെ ഡിനോട്ട് ചെയ്തേക്കുന്നത്. ആനയും സാധനങ്ങളൊക്കെ. ആദ്യമേ നമ്മൾ കയറി ചെല്ലുമ്പോൾ ഇവിടെ കുറേ മീൻകുഞ്ഞുങ്ങളുണ്ട്. അപ്പോൾ ആൾക്കാരൊക്കെ അവിടെ മീൻകുഞ്ഞുങ്ങൾക്ക് അവിടെ തീറ്റ അവിടെ വെച്ചിട്ടുണ്ട്. നമ്മൾ പൈസ കൊടുക്കണം, ഫ്രീ അല്ല. പൈസ കൊടുത്ത് തീറ്റ മേടിച്ചിട്ട് ഇതുങ്ങൾക്ക് ഇട്ട് കൊടുക്കണം. ഞങ്ങളിവിടെ വന്നപ്പോൾ തീറ്റ കിട്ടു. പാവം കൊച്ച് ചമ്മിപ്പോയി. ഞങ്ങൾ ആ മീനിനെ മൊത്തം ഞങ്ങളുടെ അടുത്തോട്ട് കൊണ്ടുവന്നു. കൊച്ചവിടെ നിന്ന് മിയാന്ന് കാറുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മളവിടെ നിന്ന് മീൻകുഞ്ഞുങ്ങൾക്ക് തീറ്റയൊക്കെ ഇട്ട് കൊടുത്ത സാധനങ്ങളൊക്കെ കാണാൻ ഇറങ്ങി. ഇങ്ങനെയൊക്കെ ആട്ടോ അവിടുത്തെ ഓരോ സ്ഥലത്തിൻ്റെ ടിപ്പിച്ച്. അതാ ചരിഞ്ഞ ഗോപുരം. പിന്നെ 2 ജാട പിടിച്ച 2 ചൈനീസ് ചെറുക്കന്മാർ പോകുന്നു. പിന്നെ കത്തീഡ്രൽ, ഇതുപോലെയാണ് ഓരോ സ്ഥലങ്ങൾ. പിന്നെ അവിടെ കുറേ പട്ടിശിറക്കി കുറേ ഫോട്ടോയൊക്കെ എടുത്തു. എൻ്റെ അനിയൻ എന്നെ ചീത്ത പറഞ്ഞു പോകുന്നതാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അകത്ത് തന്നെ ഇതുപോലെ ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. $100 20 മിനിറ്റ്. അച്ഛൻ്റെ കയ്യും കാലൊക്കെ പിടിച്ച് വേറെ പണിയൊന്നുമില്ലല്ലോ. അങ്ങനെ ഞങ്ങൾ ബോട്ടിങ്ങിന് പോയി. 6 പാസഞ്ചേഴ്സ് വരെ ഈ കാണുന്ന ഈ കുഞ്ഞപ്പ സാധനത്തിനകത്ത് കയറാൻ പറ്റും. ഞങ്ങൾ ഡ്രൈവർ നണ്ടുനെ കണ്ടോ? ഡ്രൈവർ നണ്ടു ബോട്ട് മലയാളിയാണ്. ഞാനത് എണീറ്റ് പോകത്തുള്ളൂ. മരുഭൂമി മമ്മി കിടക്കണ വേറെ മമ്മി. അത് അനങ്ങുന്നുണ്ട്, പക്ഷെ അത് ഒറിജിനൽ ഒട്ടകമല്ല. ഞാനത് ഒറിജിനൽ ഒട്ടകമല്ലെന്നല്ലേ പറഞ്ഞു, പക്ഷെ അത് ഒറിജിനൽ ഒട്ടകമാണ്. അതിന്റെ അടുത്ത് വന്നപ്പോഴാണ് അത് ഒറിജിനൽ എന്ന് മനസ്സിലായത്. അപ്പോൾ ഈ വിൻഡ് ഓഫ് ദി വേൾഡിൽ നമുക്ക് അറൗണ്ട് ഒരു 4 hours എങ്കിലും മിനിമം വേണം ഇത് കണ്ടു തീർന്നത്. ഞങ്ങളെല്ലാം ഒന്നും കണ്ടില്ല. അതിങ്ങനെ കുറേ ഉണ്ട്. ഇങ്ങനെ കുറേ ദൂരം നമ്മളിങ്ങനെ നടക്കണം. മൊത്തം നനഞ്ഞ് കുളിച്ച്. ഇവിടെ റൈഡും ഒക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ മറ്റേ ഫുൾ റൈഡൊക്കെ അതിനകത്ത്. ഒരു കംപ്ലീറ്റ് ഓൾറൗണ്ട് പാർക്ക് അതുപോലെ. മൊത്തം നനഞ്ഞ്
ഇവൻതോ റെയിൻകോട്ടൊക്കെ ഉണ്ടായിരുന്നേലും ഒരു മൊമെന്റിൽ എത്തുമ്പോൾ റെയിൻകോട്ടൊക്കെ അങ്ങ് തെറിച്ച് പോകും. പിന്നെ നമ്മളങ്ങ് ഫുൾ അങ്ങ് നനഞ്ഞ് കുളിച്ച് മറിഞ്ഞായിരിക്കും പോകുന്നത്. എന്താ പറയുന്നത്? മാച്ചുപിച്ചിൽ ആൾക്കാരെ കിടന്ന് കാറിൽ പോകുന്നുണ്ട്. വിഷമിച്ചു ഗൈസ്, വിഷമിച്ചിരിക്കുന്നു. ടൈം എന്നാ 6:45 ആയി. ചൈന നമ്മൾ ഹോങ്കോങ് ചൈന നമുക്ക് ഡിഫറൻസ് വെച്ച് കഴിഞ്ഞാൽ ഹോങ്കോങ് നമുക്ക് സ്പേസ് എന്താ പറയുക, നമുക്ക് സ്ഥലങ്ങൾ വളരെ കുറവാണ്. അപ്പം നമ്മൾ ട്രെയിനിലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് ഒരു സ്റ്റോപ്പ് എടുത്തി ഒരു 5 മിനിറ്റ് 1 സെക്കൻഡ് പോലും വേണ്ട, അപ്പം തന്നെ അടുത്ത സ്റ്റോപ്പ് എത്തും. ഇവിടെ പക്ഷേ നമ്മളിങ്ങനെ ഇത് ട്രെയിൻ കണ്ടോ ഭയങ്കര ഫാസ്റ്റ് ആയിട്ടാണ് പോകണമെങ്കിലും സ്ഥലം കൂടുതലായ കാരണം സമയമെടുക്കും. അങ്ങനെ ടൈം കുറേ വന്നെടുത്ത് തന്നെ വീണ്ടും തിരിച്ച് ലാൻഡ് ചെയ്യും. ചൈനയ്ക്ക് രണ്ട് ബോർഡേഴ്സാണ് ഉള്ളത്, ഒന്ന് ലോവും ഒന്ന് ലോക്ക്മാച്ചാവും. ഞങ്ങൾ വന്നത് ലോ വഴിക്കാണ്. തിരിച്ച് ഞങ്ങൾ വീണ്ടും സെയിം സ്പോട്ടിൽ തന്നെ തിരിച്ച് ലാൻഡ് ചെയ്തു. ഇനി കുറച്ച് നേരം ഇതിന് വഴി വീണ്ടും കുറച്ച് തന്നെ തിരിഞ്ഞ് ഇറങ്ങിട്ട് back to ഹോങ്കോങ്. അപ്പോൾ ഹലോ ഗൈസ്, അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ എൻ്റെ ചൈന ട്രിപ്പ്. എനിക്ക് കൂടുതലൊന്നും എടുക്കാൻ പറ്റിയില്ല. അതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഭയങ്കരമായിട്ട് ടയേർഡായി. നമുക്ക് കാലിങ്ങനെ കുത്താൻ മേലാത്ത അവസ്ഥയായി. ശരിക്കും നമ്മൾ ടയേർഡായിപ്പോയി. അതാണ് എനിക്ക് ആ ഒരു ഷോർട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. നമ്മൾ ചൈനയ്ക്ക് പോവുകയാണെങ്കിൽ മിനിമം ഒരു 3 days എങ്കിലും വേണം. നമ്മൾ ഓരോ സ്ഥലത്തും പോവുകയാണെങ്കിൽ 1 day ഈച്ച് ആയിട്ട് പോകാൻ ശ്രമിക്കണം. അപ്പം ഞങ്ങളിത് എല്ലാം സൂപ്പർ ഫാസ്റ്റ് ആയിട്ട് ഒറ്റ ദിവസം രാവിലെ തൊട്ട് ഷോപ്പിങ്ങിന് പോയി, സ്ട്രീറ്റ്സിൽ പോയി, പിന്നെ വിൻഡ് ഓഫ് ദ വേൾഡിലൊക്കെ പറയുന്ന മിനിമം നമുക്ക് 3 hours എങ്കിലും വേണം കാണാനായിട്ട്. ഞങ്ങളെല്ലാം ഒന്നും കണ്ടില്ല. ഞങ്ങൾ മിക്കതും ലീവ് ചെയ്തു. ഞങ്ങൾ കുറച്ച് ഏരിയയിലൊക്കെ പോയിട്ട് മാത്രം കണ്ടു, കുറേ റൈഡ്സിലൊക്കെ കയറി. നമ്മൾ അത്രയ്ക്ക് ടയേർഡായിപ്പോയി. ആൻഡ് നമ്മൾ തിരിച്ച് ട്രെയിനിൽ പോന്നപ്പോൾ എൻ്റെ കൂടെ അച്ഛനും അനിയനൊന്നും ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ശരിക്കും ഉറങ്ങി. ഞാൻ തിരിച്ച് ആ ട്രെയിൻ ചൈനയ്ക്ക് തിരിച്ച് പോയേനെ. അത്ര അവസ്ഥ. എൻ്റെ കാലൊക്കെ ഇപ്പോഴും ഇങ്ങനെ ചൊള്ളച്ചിരിക്കും. നമുക്ക് ആർക്കും, ഞാൻ എൻ്റെ കാര്യം മാത്രമല്ല പറയുന്നത്, അവരുടെ രണ്ടുപേരുടെ കൂടെ കാര്യമാണ്. ഞങ്ങൾക്ക് ആർക്കും കാല് കുത്താൻ മേല. ആ ഒരു അവസ്ഥയിലായിരുന്നു. എപ്പോഴേലും ഒന്നും നമ്മളിങ്ങനെ കിടന്നാൽ മതി എന്ന് പറഞ്ഞ് ഓടി വരിക ചെയ്തത്. അപ്പോൾ അത്രയ്ക്ക് ടയേർഡായിപ്പോയി. ശരിക്കും നമ്മൾ ആ ഒരു ഫുൾ നമ്മൾ റെസ്റ്റ് ഇല്ലാണ്ട് ഇങ്ങനെ രാവിലെ വെളുപ്പിന് പോയപ്പോൾ തൊട്ടിട്ട് ഒരു ടൈമിൽ റെസ്റ്റ് ഇല്ലാണ്ട് ഇങ്ങനെ നടക്കുമല്ലോ. അപ്പോൾ അതാണ് എൻ്റെ മെയിൻ റീസൺ. അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് അത്രയും ഒരു ഷോർട്സ് ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുള്ളൂ. ആൻഡ് എന്താ നിങ്ങൾക്ക് ആർക്കെങ്കിലും ഹോങ്കോങ്ങിനെ പറ്റിയിട്ടൊക്കെ കൂടുതൽ അറിയണമെങ്കിൽ what you want to know, please do comment. And this is the end of this video, and thank you for watching, and please do like, share and subscribe my channel.